അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുപോലെ തന്നെ അധിക സമയവും എടുക്കില്ല. വളരെ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൊട്ടറ്റോ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ പൊട്ടറ്റോ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോളയും മീഡിയം വലിപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുക്കർ ചൂടാക്കിയിട്ട് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയും ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പില ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ഈ ഉരുളക്കിഴങ്ങിനും സവോളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റിൽ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ, എല്ലാ സാധനങ്ങളുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം എന്ന് മാത്രം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. 1 മിനിറ്റ് ഒന്ന് ഇത് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും സവോളയുടെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ, എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം, നമുക്ക് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വെന്ത് കിട്ടണം. അതുകൊണ്ടാണ് 3 വിസിൽ വരുന്നത് വരെ എന്ന് പറഞ്ഞത്. 3 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് 3 വിസിൽ വരട്ടെ, അത്രയും സമയം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വയ്ക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ, നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് ചൂടാവരുത്. അതിന് മുന്നേ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഏറ്റവും ലോയിൽ വയ്ക്കുക. ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഫ്ലെയിം ലോയിലായിരിക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ, വലിയ ബർണറിലൊന്നും വയ്ക്കരുത്, പൊടികൾ വേഗം കരിഞ്ഞു പോവും. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പൊടികളൊന്ന് കുക്കാവുന്ന സമയം, അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് ഉടയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് കറിയൊന്ന് കുറുകി കിട്ടാനാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറുകി വരുന്നത് വരെ, ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയുള്ള നല്ല
ഈസി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറി റെഡിയായി കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക്, ബ്രെഡിൻ്റെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.